ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, പുതിയൊരു പ്രഭാതം കാണുവാനും ദൈവത്തെ ആരാധിക്കുവാനും നിങ്ങളെ ഇന്ന് ദൈവം അനുഗ്രഹിക്കുവാനും പേര് ചൊല്ലി വിളിച്ചതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 23-ാം തിരുവചനം. ലൂക്കാ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 23-ാം തിരുവചനം. എന്നോട് കൂടെ അല്ലാത്തവൻ എനിക്ക് എതിരാണ്, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയും. ഈശോ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ്, ഈശോയെ ചേർത്ത് പിടിക്കാത്തവൻ ദൈവത്തിനെതിരായിട്ടാണ് നിൽക്കുന്നത്. ഈശോയെ ചേർത്ത് പിടിച്ച് ശേഖരിക്കാത്തവൻ എന്ത് ശേഖരിച്ചാലും അത് ചിതറിച്ചു കളയും. അവൻ്റെ കയ്യിൽ നിന്ന് അതെല്ലാം പോകും. വളരെ വ്യക്തമായിട്ട് ഈശോ ചോദിക്കുന്നുണ്ട്, സാത്താൻ, പിശാച് തനിക്ക് തന്നെ എതിരായിട്ട് ഭിന്നിക്കുമോ? അവനങ്ങനെ ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം നശിച്ചു പോകില്ലേ? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ നീ എന്നെ സഹായിക്കണമെന്ന് പറയാറുണ്ട്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ കർത്താവിൻ്റെ കൂടെയാണോ? കർത്താവ് എൻ്റെ കൂടെ എൻ്റെ ഒപ്പം നടക്കുന്നുണ്ടോ? കർത്താവാണോ എൻ്റെ കൈ പിടിച്ച് എന്നെ നടത്തുന്നത്? ഞാൻ കർത്താവിൻ്റെ കൂടെ അല്ലെങ്കിൽ ഞാൻ ദൈവത്തിനെതിരായിട്ടാണ് നടക്കുന്നത്. ഞാൻ കർത്താവിനോട് ചേർത്ത് പിടിച്ച് ശേഖരിക്കുന്നില്ലെങ്കിൽ, ഞാൻ കർത്താവിനെ ചേർത്ത് പിടിച്ച് എൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ, ഞാൻ കർത്താവിനെ ചേർത്ത് പിടിച്ച് മക്കളെ വളർത്തുന്നില്ല എങ്കിൽ അതെല്ലാം ചിതറിക്കപ്പെട്ടു പോകും. ആകയാൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് സ്വയം ഒന്ന് ആത്മശോധന ചെയ്യാം. ഞാൻ കർത്താവിനോട് കൂടെയാണോ അല്ലയോ? അല്ല എന്ന് നമ്മൾക്ക് തോന്നുന്ന പക്ഷം ഇന്ന് തന്നെ, ഈ നിമിഷം തന്നെ നമുക്ക് യു ടേൺ എടുക്കാം. ഇത് നിങ്ങളുടെ ഒരു റെഡ് സിഗ്നൽ ആണെന്ന് വിചാരിക്കുക. നിങ്ങളെ തന്നെ സ്വയം വിലയിരുത്തുവാൻ ദൈവം തന്ന ഒരവസരം. ഒരു മണിക്കൂർ സമയം ദൈവത്തോടു കൂടെ ആയിരുന്നുകൊണ്ട് ആത്മശോധന ചെയ്യുക. കർത്താവേ, ഞാൻ അങ്ങയുടെ ഒപ്പമാണോ? അങ്ങ് എൻ്റെ കൂടെയുണ്ടോ? ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അങ്ങ് എൻ്റെ ഒപ്പമുണ്ടോ? ഇല്ല എങ്കിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ആ ദൈവത്തെ കൂടെ നടത്തുവാൻ, ആ ദൈവത്തോടൊപ്പം സഞ്ചരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.